ലോകം മുഴുവനും എൻ്റെ കരുണയെപ്പറ്റി അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നവർക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അനുഗ്രഹങ്ങൾ ഞാൻ വർഷിച്ചു കൊടുക്കും. ഞാൻ കരുണയും സ്നേഹവുമാണെന്ന് സമസ്ത ലോകവും അറിയട്ടെ. എൻ്റെ അടുക്കൽ വരുവാൻ പാപികൾ ഭയപ്പെടരുത്. ഇനിയും മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ വേണ്ടി ഏറ്റവും അവസാനമായി ദൈവകരുണയുടെ സന്ദേശം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് ലോകം മുഴുവനും പ്രചരിപ്പിക്കുവാനായി പോളണ്ടിൽ നിന്നുള്ള ഒരു സാധാരണ പെൺകുട്ടിയെ ദൈവം തിരഞ്ഞെടുത്തു. അതാണ് വിശുദ്ധ ഫൗസ്റ്റീന. ഈ ഫൗസ്റ്റീനയിലൂടെ ദൈവത്തിന് മനുഷ്യനോടുള്ള കരുണയുടെ വെളിപ്പെടുത്തലുകൾ അവിടുന്ന് നൽകി. ഇത് ലോകത്തിലെ ഒരു മനുഷ്യൻ പോലും നശിക്കാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ള ദൈവത്തിന്റെ അഗാധമായ കരുണയെയാണ് സൂചിപ്പിക്കുന്നത്. 1931 ഫെബ്രുവരി 22 തീയതിയോടുകൂടിയാണ് ഫൗസ്റ്റീനയ്ക്ക് മനുഷ്യകുലത്തോടുള്ള ദൈവകാരുണ്യത്തിന്റെ അനേകം വെളിപാടുകൾ ലഭിക്കാൻ ആരംഭിക്കുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വചനം ഇപ്രകാരമാണ്: നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യം എന്ന് നീ അറിയുന്നില്ലേ? നാം അനുതപിച്ചില്ലെങ്കിൽ 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എന്നാൽ ദൈവത്തിന്റെ നീതിയുക്തമായ വിധി വെളിപ്പെടുന്ന ക്രോധത്തിന്റെ ദിനത്തിലേക്ക് നീ നിന്റെ അനുതാപരഹിതമായ ഹൃദയം നിമിത്തം നിനക്ക് തന്നെ ക്രോധം സംഭരിച്ചു വയ്ക്കുകയാണ്. ദൈവകരുണ എന്നാൽ മനുഷ്യർക്ക് യാതൊരു അർഹതയുമില്ലാത്ത അവസ്ഥയിൽ ദൈവം നമ്മോട് കാണിക്കുന്ന നിസ്സീമമായ സ്നേഹമാണ്. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത് മാനവരാശി രക്ഷപ്പെടാനുള്ള അവസാനത്തെ അഭയമാകുന്നു ദൈവത്തിന്റെ കരുണ എന്നാണ്. നീതിമാനായ ന്യായാധിപനായി ഞാൻ വരും മുൻപേ കരുണയുടെ രാജാവായി വരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവകരുണയുടെ അവസാന മണിക്കൂറിലാണ്. കരുണയുടെ സമയം കഴിയുന്നതിന് മുൻപേ നാം മാനസാന്തരപ്പെട്ട് സ്വർഗരാജ്യത്തിന് അനുരൂപരായി ജീവിക്കണം. ഇല്ലെങ്കിൽ ഈ സമയം കഴിയുമ്പോൾ നീതിയുടെ സമയം വരും. അപ്പോൾ നാം നീതിയുടെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. അതിനായി നാം ഒരുക്കമുള്ളവരായിരിക്കണം. ദൈവകരുണയെപ്പറ്റി ചിന്തിക്കുന്നതിന് മുൻപേ മനോഹരമായ ഒരു പ്രാർത്ഥന സുഹൃതജപം പോലെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. വലിയ ഫലപ്രദമായ പ്രാർത്ഥനയാണിത്. ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. ഈശോയെ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. എന്താണ് ശരണപ്പെടുക എന്നതിന്റെ അർത്ഥം? പൂർണ്ണമായി എളിമപ്പെട്ട് താൻ ഒന്നുമല്ല, തന്റേതായി ഒന്നുമില്ല എന്ന പൂർണ്ണ ബോധ്യത്തിൽ ഈശോ അല്ലാതെ ഈ ലോകത്തിൽ എന്നെ രക്ഷിക്കുവാൻ ആരുമില്ല എന്ന ചിന്തയോടെ നമ്മുടെ ചിന്തകളെയും വിചാരങ്ങളെയും തീരുമാനങ്ങളെയും സംസാരങ്ങളെയും പ്രവൃത്തികളെയും ആത്മശരീര മാനസിക തലങ്ങളെയും പരിപൂർണമായി അടിയറ വയ്ക്കുക എന്നതാണ്. 2-ാം ലോകമഹായുദ്ധകാലത്ത് പോളണ്ടിൽ ഒരു വൈദികന്റെ ജീവിതത്തിൽ ഈശോയെ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു എന്ന പ്രാർത്ഥന വഴി സംഭവിച്ച വലിയ ദൈവിക ഇടപെടൽ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. Who's there? Declaring panic and Matye. What happened? You have to run away. Denka Wudek has issued a warrant. Here is the ticket to Kaunas for 5 a.m. From there, you will go to Vladivostok and then on a ship to Japan. Oh, Jesus. Oh, Jesus Christ. Thank you. Thank you. Flee, let no one see you. Go on, go on. God bless you. Upon the arrival in Vladivostok, he was told that individuals without valid Japanese visas would have to wait for 10 days to board the next ship. Please open, sir. We are closed. No, but it's really urgent. My ferry is about to leave, sir. I have to follow the procedures. But I'm begging you, please. I am very sorry.
Jesus, I trust in you. Jesus, I trust in you. Jesus, I trust. Father Jarzembowski no longer doubted that he was miraculously led by God's mercy. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരിക്കൽ പോലും നടക്കുകയില്ല എന്ന് നാം കരുതുന്ന അവസരത്തിലും നമുക്കും ഇപ്രകാരം പ്രാർത്ഥിക്കാം: ഈശോയെ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ദൈവകാരുണ്യ ഭക്താനുഷ്ഠാനങ്ങളിൽ 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത്. ഇതിനെക്കുറിച്ച് നമുക്കല്പം വിശദമായി മനസ്സിലാക്കാം. 1. കരുണയുടെ ഈശോയുടെ ചിത്രത്തോടുള്ള ആദരവ്. 2. കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. 3. ദൈവകരുണയുടെ തിരുനാൾ പുതുഞായർ ആഘോഷിക്കുക. 4. ദൈവകരുണയുടെ നൊവേന നടത്തി തിരുനാളിന് ഒരുങ്ങുക. 5. ഉച്ച കഴിഞ്ഞ് 3 മണി കരുണയുടെ സമയമായി ആചരിക്കുക. ഇവയാണ്. ഈ ഒരു ചിത്രം വരയ്ക്കുവാൻ ഈശോ ഫൗസ്റ്റീനായോട് ആവശ്യപ്പെട്ടതിന് പ്രകാരം 1934 പോളണ്ടിലുള്ള യൂജിൻ കസിമറോവ്സ്കി എന്ന ചിത്രകാരനെ കൊണ്ടാണ് വരപ്പിക്കുന്നത്. വൈകിട്ട് ഞാൻ എൻ്റെ മുറിയിലായിരുന്നപ്പോൾ വെള്ളവസ്ത്രം ധരിച്ച ഈശോനാഥനെ ഞാൻ കണ്ടു. ഒരു കൈ അനുഗ്രഹിക്കുന്ന രീതിയിൽ ഉയർത്തിപ്പിടിച്ചിരുന്നു. മറ്റേ കൈ മാറിടത്തിൽ വസ്ത്രത്തെ തൊട്ടിരുന്നു. മാറിടത്തിൽ വസ്ത്രത്തിന്റെ തുറന്നിരിക്കുന്ന ഭാഗത്തുനിന്ന് 2 വലിയ പ്രകാശരശ്മികൾ പുറത്തേക്ക് ബഹിർഗമിച്ചിരുന്നു. ഒരെണ്ണം ചുവന്നതും മറ്റേത് വെള്ളയുമായിരുന്നു. നിശബ്ദമായി ഞാൻ കർത്താവിലേക്ക് ദൃഷ്ടിയുറപ്പിച്ചു നിന്നു. എൻ്റെ ആത്മാവ് ഭയഭക്തി ബഹുമാനങ്ങളാൽ സ്തംഭിച്ചുപോയി. എന്നാൽ ഞാൻ സന്തോഷവതിയായിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം ഈശോ എന്നോട് പറഞ്ഞു, നീ കാണുന്നതുപോലെ ഒരു ഛായാചിത്രം. ഈശോയെ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുന്നു എന്ന കയ്യൊപ്പോടെ വരയ്ക്കുക. ഈ ചിത്രം ആദ്യം നിങ്ങളുടെ ചാപ്പലിലും പിന്നീട് ലോകം മുഴുവനിലും വണങ്ങപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഛായാചിത്രം വണങ്ങുന്ന ആത്മാവ് ഒരിക്കലും നശിച്ചു പോകുകയില്ലെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഈ ലോക ജീവിതത്തിലും പ്രത്യേകിച്ച് മരണസമയത്തും ആ ആത്മാവിന് ശത്രുക്കളുടെ മേൽ വിജയം നൽകുമെന്നുകൂടി ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. എൻ്റെ സ്വന്തം മഹത്വമായി ഞാൻ അതിനെ സംരക്ഷിക്കും. ഒരവസരത്തിൽ എൻ്റെ കുമ്പസാരക്കാരൻ ചിത്രത്തിലെ 2 പ്രകാശരശ്മികളുടെ അർത്ഥമെന്തെന്ന് ഈശോയോട് ചോദിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, ഞാൻ കർത്താവിനോട് ചോദിക്കാം. പ്രാർത്ഥനാ സമയത്ത് എൻ്റെ ഉള്ളിൽ ഞാൻ ഈ വാക്കുകൾ കേട്ടു. ഈ 2 പ്രകാശരശ്മികൾ രക്തത്തെയും വെള്ളത്തെയും സൂചിപ്പിക്കുന്നു. മങ്ങിയ നിറമുള്ള രശ്മികൾ ആത്മാക്കളെ നീതീകരിക്കുന്ന വെള്ളത്തെയും ചുവന്ന രശ്മികൾ ആത്മാക്കളുടെ ജീവനായ രക്തത്തെയും സൂചിപ്പിക്കുന്നു. കുരിശിൽ എൻ്റെ പീഡിപ്പിക്കപ്പെട്ട ഹൃദയം കുന്തത്താൽ കുത്തിപ്പിളർക്കപ്പെട്ടപ്പോൾ എൻ്റെ മൃദുലമായ കരുണയുടെ ആഴത്തിൽ നിന്ന് ഈ 2 രശ്മികളും ബഹിർഗമിച്ചു. എൻ്റെ പിതാവിൻ്റെ കോപത്തിൽ നിന്ന് ആത്മാക്കളെ മറയ്ക്കുന്ന പരിചയാണ് ഈ രശ്മികൾ. ഈ രക്ഷാസങ്കേതത്തിൽ വസിക്കുന്നവൻ സന്തോഷവാൻ. എന്തെന്നാൽ ദൈവത്തിൻ്റെ നീതിയുടെ കരങ്ങൾ അവൻ്റെ മേൽ പതിക്കുകയില്ല. ഒരിക്കൽ ഈശോ എന്നോട് പറഞ്ഞു, ഈ ചിത്രത്തിലുള്ള എൻ്റെ നോട്ടം കുരിശിലെ എൻ്റെ നോട്ടം പോലെയാണ്. കരുണയുടെ ഉറവിടത്തിൽ നിന്ന് കൃപകൾ സ്വീകരിക്കാൻ സമീപിക്കേണ്ട ഒരു പാത്രമാണ് ഞാൻ മനുഷ്യർക്ക് നൽകുന്നത്. ആ പാത്രം ഈശോയെ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു എന്ന കയ്യൊപ്പോടുകൂടിയ ഈ ചിത്രമാണ്. ഈ ചിത്രത്തിലൂടെ നിരവധി പ്രസാദവരങ്ങൾ
ഞാൻ ആത്മാക്കളിലേക്ക് ഒഴുക്കും. കാരുണ്യപ്രവൃത്തികൾ ചെയ്യാൻ ഈ ഛായാചിത്രം നിങ്ങളെ എപ്പോഴും ഓർമ്മപ്പെടുത്തും. കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് വഴി അനേകം ദൈവാനുഗ്രഹങ്ങൾ നമുക്കും ലഭിക്കും. ഈ ജപമാലയിലൂടെ തങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. കരുണയുടെ ജപമാല നമ്മുടെ ഏതൊരു ആവശ്യത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കാമെന്ന് വിശുദ്ധ ഫൗസ്റ്റീനായിക്ക് ഈശോ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ആവശ്യങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. പിറ്റേ ദിവസം രാവിലെ ചാപ്പലിൽ പ്രവേശിച്ചപ്പോൾ അന്തരാത്മാവിൽ ഞാൻ ഇപ്രകാരം കേട്ടു. ഓരോ പ്രാവശ്യവും നീ ചാപ്പലിൽ പ്രവേശിക്കുമ്പോൾ ഇന്നലെ ഞാൻ നിന്നെ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലുക. ആ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ ആത്മാവിൽ ഞാൻ ഇങ്ങനെ കേട്ടു. ഈ പ്രാർത്ഥന എൻ്റെ ക്രോധത്തെ ശമിപ്പിക്കുന്നു. ജപമാല ഉപയോഗിച്ച് ഇത് 9 ദിവസം ചൊല്ലുക. ആദ്യമായി ഒരു സ്വർഗസ്ഥനായ പിതാവും ഒരു നന്മ നിറഞ്ഞ മറിയവും ഒരു വിശ്വാസ പ്രമാണവും ചൊല്ലണം. പിന്നീട് സ്വർഗപിതാവിൻ്റെ സ്ഥാനത്ത് ഇപ്രകാരം ചൊല്ലുക. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയത്തിൻ്റെ സ്ഥാനത്ത് ഇപ്രകാരം ചൊല്ലുക. ഈശോയുടെ അതിദാരുണമായ പീഠാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. അവസാനം 3 പ്രാവശ്യം ഇപ്രകാരം ആവർത്തിക്കുക. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ഞാൻ പഠിപ്പിച്ച കരുണയുടെ ജപമാല നീ നിരന്തരം ചൊല്ലണം. എത്ര വലിയ കഠിന പാപിയാണെങ്കിലും ഈ അനുഗ്രഹ ജപമാല ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലിയാൽ എൻ്റെ അനന്ത കാരുണ്യത്തിൽ നിന്ന് അവന് കൃപ ലഭിക്കുന്നതാണ്. മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാപിയെ രക്ഷിക്കാൻ എന്നെ സഹായിക്കുക. ഞാൻ നിന്നെ പഠിപ്പിച്ച കരുണയുടെ ജപമാല അവനു വേണ്ടി ചൊല്ലുക. ഞാൻ ആ ജപമാല ചൊല്ലാൻ ആരംഭിച്ചപ്പോൾ വളരെയധികം പീഡനങ്ങളുമായി മല്ലടിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. അവന്റെ കാവൽ മാലാഖ അയാളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കണക്കില്ലാത്ത വിധത്തിലുള്ള ആത്മീയ ദുരിതങ്ങളുടെ നടുവിൽ അയാൾ നിസ്സഹായനായി കാണപ്പെട്ടു. അനേകായിരം പിശാചുകൾ അവനു വേണ്ടി കാത്തിരിക്കുന്നു. എന്നാൽ കരുണക്കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഛായാചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ ഞാൻ ഈശോയെ കണ്ടു. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന രശ്മികൾ രോഗിയായ ആ മനുഷ്യനെ പൊതിയുകയും ഉടനെ അന്ധകാര ശക്തികൾ ഭയപ്പെട്ട് ഓടിപ്പോവുകയും ചെയ്തു. ആ രോഗിയായ മനുഷ്യൻ സമാധാനത്തോടെ അന്ത്യശ്വാസം വലിക്കുകയും ചെയ്തു. എനിക്ക് പരിസരബോധമുണ്ടായപ്പോൾ മരണാസന്നർക്ക് കരുണയുടെ ജപമാല എത്ര വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ മനസ്സിലാക്കി. അത് ദൈവകോപത്തെ ശമിപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെ വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറിയിൽ 14 പ്രാവശ്യം ഈ തിരുനാളിനെ കുറിച്ച് ഈശോ സംസാരിക്കുന്നുണ്ട്. അത്ര പ്രാധാന്യമേറിയ തിരുനാളാണിത്. വലിയ പ്രസാദവരങ്ങൾ നമ്മിലേക്ക് ഒഴുകുന്ന ദിവസമാണ്. വലിയ മാനസാന്തരത്തിന്റെയും വിടുതലിന്റെയും കൃപാവരങ്ങളും ലഭിക്കുന്ന സുപ്രധാന ദിവസമാണ്. തോമാസ് ലീഹ ഈശോയുടെ തിരുഹൃദയത്തിലെ മുറിവുകളെ നോക്കി വലിയ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്ന തിരുനാളാണ്. എൻ്റെ അഗ്രാഹ്യമായ കരുണയെപ്പറ്റി സമസ്ത ലോകത്തോടും പറയുക. എല്ലാ ആത്മാക്കൾക്കും, പ്രത്യേകിച്ച് കഠിന പാപികൾക്ക് കരുണയുടെ തിരുനാൾ അഭയവും സംരക്ഷണവുമായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ ദിവസം
എൻ്റെ അനുകമ്പാർദ്രമായ കരുണയുടെ ആഴങ്ങൾ ഞാൻ തുറക്കും. എൻ്റെ കരുണയുടെ ഉറവിടത്തെ സമീപിക്കുന്ന ആത്മാക്കളുടെ മേൽ ഞാൻ പ്രസാദവരത്തിൻ്റെ വൻകടൽ തന്നെ ഒഴുക്കും. അന്നേ ദിവസം കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആത്മാക്കൾക്ക് പരിപൂർണ പാപമോചനവും കടങ്ങളുടെ പൊറുതിയും ലഭിക്കും. അന്നേ ദിവസം ദൈവിക പ്രസാദവരമൊഴുകുന്ന എല്ലാ ചാലുകളും ഞാൻ തുറന്നുവിടും. ഒരാത്മാവ് പോലും തൻ്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പാണെങ്കിലും എൻ്റെ അടുക്കൽ വരുവാൻ ഭയപ്പെടരുത്. മാനുഷികമോ അമാനുഷികമോ ആയ ബുദ്ധിക്ക് ഒരിക്കലും അളക്കാനാവാത്ത വിധം എൻ്റെ കരുണ അത്ര ഉന്നതമാണ്. അത് നിത്യതയോളം അങ്ങനെ തന്നെയായിരിക്കും. എൻ്റെ അനുകമ്പാർദ്രമായ കരുണയിൽ നിന്നാണ് എല്ലാ സൃഷ്ടികളും അസ്തിത്വം സ്വീകരിച്ചിരിക്കുന്നത്. എന്നോടുള്ള സഹവാസത്തിൽ എല്ലാ ആത്മാക്കളും എൻ്റെ സ്നേഹത്തിലും കരുണയിലുമാണ് നിത്യതയിൽ എപ്പോഴും മുഴുകിയിരിക്കുന്നത്. എനിക്ക് നിങ്ങളോടുള്ള വാത്സല്യത്തിൽ നിന്നാണ് കരുണയുടെ തിരുനാൾ ഉത്ഭൂതമായത്. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഇത് സാഘോഷം കൊണ്ടാടണമെന്നതാണ് എൻ്റെ അഭിലാഷം. എൻ്റെ കരുണയുടെ ഉറവയിൽ അണയാതെ മാനവകുലത്തിന് സമാധാനം ലഭിക്കുകയില്ല. ദൈവകരുണയുടെ നൊവേന ദുഃഖവെള്ളിയാഴ്ച നടത്തുവാനാണ് ഈശോ ആവശ്യപ്പെട്ടത് എങ്കിലും ആവശ്യാനുസരണം എപ്പോൾ വേണമെങ്കിലും ഇത് നടത്താവുന്നതാണ്. ഈ നൊവേന വഴിയായി ആത്മാക്കളിലേക്ക് എല്ലാവിധ കൃപാവരങ്ങളും ഞാൻ ഒഴുക്കും. ഇത് ദുഃഖവെള്ളിയാഴ്ച ആരംഭിക്കുന്നു. ഈ 9 ദിവസങ്ങളിൽ എൻ്റെ കരുണയുടെ ഉറവിടത്തിലേക്ക് നീ ആത്മാക്കളെ കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓരോ ദിവസവും വ്യത്യസ്തരായ ആത്മാക്കളുടെ സംഘങ്ങളെ എൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരികയും അവരെ എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുകയും ചെയ്യുക. 1-ാം ദിവസം ഇന്ന് മനുഷ്യകുലത്തെ മുഴുവനും, പ്രത്യേകിച്ച് എല്ലാ പാപികളെയും എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. അവരെ എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക. അങ്ങനെ ആത്മാക്കളുടെ നഷ്ടം മൂലം ഞാൻ അനുഭവിക്കുന്ന വേദനാജനകമായ ദുഃഖത്തിൽ എന്നെ നീ ആശ്വസിപ്പിക്കും. 2-ാം ദിവസം ഇന്ന് സകല വൈദികരുടെയും സന്യസ്തരുടെയും ആത്മാക്കളെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. അവരെ ആഴമളക്കാനാവാത്ത എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക. എൻ്റെ കൈപ്പേറിയ പീഡനങ്ങൾ സഹിക്കുന്നതിനുള്ള ശക്തി അവരാണ് എനിക്ക് നൽകിയത്. കൈവഴികളിലൂടെ വിതരണം ചെയ്യപ്പെടുന്നത് പോലെ അവരിലൂടെ എൻ്റെ കരുണ ഞാൻ മനുഷ്യകുലത്തിന് നൽകുന്നു. 3-ാം ദിവസം ഭക്തിതീഷ്ണതയും വിശ്വസ്തതയുമുള്ള എല്ലാ ആത്മാക്കളെയും ഇന്നെൻ്റെ അടുക്കൽ കൊണ്ടുവരിക. എൻ്റെ കരുണാസാഗരത്തിൽ അവരെ മുക്കിയെടുക്കുക. കുരിശിൻ്റെ വഴിയിൽ എനിക്ക് ആശ്വാസം പകർന്നത് ഈ ആത്മാക്കളാണ്. കൈപ്പേറിയ കഥനക്കടലിൻ്റെ നടുവിൽ ആശ്വാസത്തിൻ്റെ തുള്ളികൾ പകർന്നത് അവരായിരുന്നു. 4-ാം ദിവസം അവിശ്വാസികളെയും ഇതുവരെ എന്നെ അറിയാത്തവരെയും ഇന്നെൻ്റെ അടുക്കൽ കൊണ്ടുവരിക. എൻ്റെ കൈപ്പേറിയ പീഡാസഹന സമയത്ത് അവർ എൻ്റെ സ്മരണയിലുണ്ടായിരുന്നു. ഭാവിയിൽ അവർക്കുണ്ടാകാനിരിക്കുന്ന തീഷ്ണത എൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിച്ചു. അവരെ എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക. 5-ാം ദിവസം മതനിന്ദകരെയും ശീശ്മക്കാരെയും ഇന്നെൻ്റെ അടുക്കൽ കൊണ്ടുവരിക. എൻ്റെ കരുണക്കടലിൽ അവരെ മുക്കിയെടുക്കുക. എൻ്റെ കഠിന വേദനയുടെ സമയത്ത് സഭയാകുന്ന എൻ്റെ ശരീരത്തെയും ഹൃദയത്തെയും അവർ കീറിമുറിച്ചു. അവർ സഭയുമായി ഐക്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എൻ്റെ മുറിവുകൾ സുഖപ്പെടുകയും അങ്ങനെ എൻ്റെ സഹനം കുറയുകയും ചെയ്യും. 6-ാം ദിവസം എളിമയും ശാന്തതയുമുള്ളവരുടെയും കൊച്ചുകുട്ടികളുടെയും ആത്മാക്കളെ ഇന്നെൻ്റെ സമീപത്ത് കൊണ്ടുവരിക. അവരെ എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക. എൻ്റെ ഹൃദയവുമായി ഏറ്റവും അടുത്ത സാരൂപ്യമുള്ളവരാണവർ. അവരാണ് എൻ്റെ അതികഠിനമായ വേദനയിൽ എന്നെ ശക്തിപ്പെടുത്തിയത്. എൻ്റെ അൾത്താരയിൽ ശ്രദ്ധാപൂർവം ശുശ്രൂഷിക്കുന്ന ഭൂമിയിലെ മാലാഖമാരായി ഞാൻ അവരെ കണ്ടു. പ്രസാദവരങ്ങളുടെ സർവ്വസമ്പത്തും ഞാൻ അവരുടെ മേൽ വർഷിക്കുന്നു. എളിമയുള്ള ഹൃദയത്തിനു മാത്രമേ എൻ്റെ കൃപകൾ സ്വീകരിക്കാൻ സാധിക്കൂ എന്ന ഉറപ്പ് അവരിൽ നിക്ഷേപിച്ചുകൊണ്ട് ഞാൻ എളിയ ആത്മാക്കളെ അനുഗ്രഹിക്കുന്നു.
ഏഴാം ദിവസം. എൻ്റെ കരുണയെ മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്നവരുടെ ആത്മാക്കളെ ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. എൻ്റെ കരുണക്കടലിൽ അവരെ മുക്കിയെടുക്കുക. എൻ്റെ സഹനത്തിൽ ഏറ്റവും അധികം ദുഃഖിക്കുകയും എൻ്റെ ചൈതന്യം ആഴത്തിൽ ഗ്രഹിക്കുകയും ചെയ്തിട്ടുള്ളവരാണിവർ. ദയാപൂർണമായ എൻ്റെ ഹൃദയത്തിൻ്റെ ജീവിക്കുന്ന പ്രതിരൂപങ്ങളാണിവർ. ഈ ലോക ജീവിതത്തിനു ശേഷം സവിശേഷമായ ഒരു ശോഭയോടെ അവർ പ്രകാശിതരാകും. നരകത്തിയിൽ അവരാരും നിബദിക്കില്ല. മരണസമയത്ത് അവർ ഓരോരുത്തരെയും പ്രത്യേകമായി ഞാൻ സംരക്ഷിക്കും. എട്ടാം ദിവസം. ശുദ്ധീകരണ സ്ഥലത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കളെ ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. എൻ്റെ കരുണാസാഗരത്തിൽ അവരെ മുക്കിയെടുക്കുക. അവരെ പീഡിപ്പിക്കുന്ന തീജ്വാലകളെ എൻ്റെ രക്തത്തിൻ്റെ പ്രവാഹം തണുപ്പിക്കട്ടെ. ഈ ആത്മാക്കളെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു. എൻ്റെ നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരാണവർ. അവർക്ക് ആശ്വാസം നൽകുവാനുള്ള ശക്തി നിങ്ങളിലാണുള്ളത്. എൻ്റെ സഭയുടെ ഭണ്ഡാരത്തിലുള്ള എല്ലാ ദണ്ഡവിമോചനങ്ങളും സമാഹരിച്ച് അവർക്ക് വേണ്ടി സമർപ്പിക്കുക. അവർ സഹിക്കുന്ന വേദനകൾ നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ നിന്റെ ആത്മാവിൻ്റെ ദാനങ്ങൾ അവർക്ക് വേണ്ടി സമർപ്പിച്ച് എൻ്റെ നീതിയിൽ അവരുടെ കടങ്ങൾ വീട്ടുമായിരുന്നു. ഒൻപതാം ദിവസം. മന്ദതയിൽ നിബദിച്ച ആത്മാക്കളെ ഇന്നെൻ്റെ അടുക്കൽ കൊണ്ടുവരിക. എൻ്റെ കരുണക്കടലിൽ അവരെ മുക്കിയെടുക്കുക. എൻ്റെ ഹൃദയത്തെ വളരെ വേദനാജനകമായി അവർ മുറിവേൽപ്പിക്കുന്നു. ഒലിവ് തോട്ടത്തിൽ വെച്ച് എൻ്റെ ഹൃദയം തീവ്രവേദനയാൽ വലഞ്ഞത് മന്ദ ഹൃദയരെ പ്രതിയാണ്. അങ്ങ് തിരുമനസ്സാകുന്നുവെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയത് അവർ മൂലമാണ്. എൻ്റെ കാരുണ്യത്തിലേക്ക് ഓടിയെത്തുകയാണ് അവർക്കുള്ള അവസാനത്തെ പ്രതീക്ഷ. 3 മണി സമയത്തെ പ്രാർത്ഥന ഫലപ്രദമാക്കുവാൻ 3 വ്യവസ്ഥകൾ പറഞ്ഞിട്ടുണ്ട്. 1. ഈശോയെ അഭിസംബോധന ചെയ്യുന്നതായിരിക്കണം. 2. ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ് പ്രാർത്ഥിക്കേണ്ടത്. 3. ഈശോയുടെ പീഡാനുഭവത്തിന്റെ യോഗ്യതയുടെ വിലയായിട്ടായിരിക്കണം അപേക്ഷിക്കേണ്ടത്. ക്ലോക്കിൽ 3 മണി അടിക്കുന്നത് കേൾക്കുമ്പോഴൊക്കെയും എന്റെ കരുണയെ ആരാധിച്ചു പുകഴ്ത്തിക്കൊണ്ട് നീ അതിൽ പൂർണ്ണമായി നിമഗ്നയായി ലോകം മുഴുവനും വേണ്ടി, പ്രത്യേകിച്ച് കഠിന പാപികൾക്ക് വേണ്ടി കരുണയുടെ സർവശക്തി യാചിക്കുക. ഈ നിമിഷമാണ് എല്ലാ ആത്മാക്കൾക്കും വേണ്ടി കരുണയുടെ കവാടം മലർക്കെ തുറക്കപ്പെട്ടത്. ഈ മണിക്കൂറിൽ നിനക്കും മറ്റുള്ളവർക്കും വേണ്ടി ചോദിക്കുന്നതെല്ലാം ലഭിക്കുന്നു. ലോകത്തിനു മുഴുവനും വേണ്ടിയുള്ള കൃപയുടെ മണിക്കൂറാണ് ഇത്. നീതിയുടെ മേൽ കരുണ വിജയം വരിച്ച സമയം. എന്റെ മകളെ, നിന്റെ ചുമതലകൾ നിന്നെ അനുവദിക്കുമെങ്കിൽ ഈ മണിക്കൂറിൽ കുരിശിന്റെ വഴി നടത്താൻ ശ്രമിക്കുക. കുരിശിന്റെ വഴി നടത്താൻ സാധ്യമല്ലെങ്കിൽ ഒരു നിമിഷ നേരത്തേക്ക് ചാപ്പലിൽ പ്രവേശിച്ച് കരുണയാൽ നിറഞ്ഞിരിക്കുന്ന എന്റെ ഹൃദയം തന്നെയായ പരിശുദ്ധ കുർബാനയെ ആരാധിക്കുക. ചാപ്പലിൽ പോകാൻ നിനക്ക് സാധ്യമാകുന്നില്ലെങ്കിൽ നീ എവിടെയായിരിക്കുന്നുവോ അവിടെ തന്നെ കുറച്ചു നേരത്തേക്കെങ്കിലും പ്രാർത്ഥനയിൽ മുഴുകുക. നമ്മെ ഓരോരുത്തരെയും മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുന്നതിന് കുമ്പസാരം എന്ന കൂദാശയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്നത്, ഒരു മനുഷ്യൻ എത്ര കണ്ട് വിശുദ്ധനായാലും ശരി, കുറച്ച് പോരായ്മകൾ എപ്പോഴും ബാക്കിയുണ്ടാവും. ദൈവത്തിന്റെ നന്മ എത്രയോ വലുതാണെന്ന് മനസ്സിലാക്കുവാൻ ഇത് സഹായിക്കുന്നു. പുണ്യാത്മാക്കളെ പോലെ അവയെക്കുറിച്ച് അനുദപിക്കുവാനും പരിഹാരമനുഷ്ഠിക്കുവാനും കഴിഞ്ഞാൽ നാമും അനുഗ്രഹീതരാകും. ഓരോ കുമ്പസാരത്തിലും എന്റെ ഹൃദയത്തിൽ അനുതാപമുണർത്താൻ ഞാൻ ഈശോയുടെ പീഡാസഹനത്തെപ്പറ്റി ധ്യാനിക്കുന്നു. ദൈവാനുഗ്രഹത്താൽ ഇതുവരെ സാധിക്കുന്ന വിധത്തിൽ ശരിയായി അനുദപിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അനുദപിക്കാൻ വേണ്ടി ഞാൻ കൂടുതൽ സമയം മാറ്റിവെക്കുന്നു. ആത്മാക്കളോട് എവിടെയാണ് ആശ്വാസം തേടേണ്ടതെന്ന് പറയുക. അതെന്റെ കരുണയുടെ സിംഹാസനത്തിങ്കിലാണ്. അവിടെയാണ് വളരെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുകയും ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നത്. ഈ അത്ഭുതം സ്വന്തമാക്കുന്നതിന് വലിയ തീർത്ഥാടനങ്ങൾ നടത്തുകയോ ബാഹ്യമായ ആഘോഷങ്ങൾ നടത്തുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. എന്റെ പ്രതിനിധികളുടെ പാദാന്തികെ വിശ്വാസത്തോടെ അണഞ്ഞ് തന്റെ ആത്മാവിന്റെ ദുരവസ്ഥ വെളിപ്പെടുത്തുകയേ വേണ്ടു.
അപ്പോൾ ദൈവകരുണയുടെ അത്ഭുതം അവിടെ പൂർണ്ണമായും സംഭവിക്കും. ഒരാത്മാവ് അഴുകി തുടങ്ങിയ മൃതശരീരം പോലെയാണെങ്കിലും, അതിനാൽ മാനുഷികമായി നോക്കിയാൽ ഇനിയൊരു പുനരുദ്ധാരണമില്ലെങ്കിലും എല്ലാം ഇപ്പോൾ തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്ന് തോന്നിയാലും ദൈവീക ദൃഷ്ടിയിൽ അങ്ങനെയല്ല. ദൈവകരുണയുടെ അത്ഭുതം ആ ആത്മാവിനെ പൂർണ്ണമായും പുനരുദ്ധരിക്കും. ദൈവകരുണയുടെ അത്ഭുതത്തെ പ്രയോജനപ്പെടുത്താത്ത ആത്മാക്കൾ എത്രയോ നിർഭാഗ്യരാണ്. എന്റെ നാവ് നിരന്തരം ദൈവസ്തുതികൾ ആലപിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. നാവ് ചെയ്യുന്ന ദ്രോഹം എത്ര വലുതാണ്! നാവ് നിയന്ത്രിച്ചില്ലെങ്കിൽ ആത്മാവിന് വിശുദ്ധി പ്രാപിക്കാൻ സാധ്യമല്ല. നീ കുമ്പസാരിക്കുവാനായി എന്റെ കരുണയുടെ തീരുവയെ സമീപിക്കുമ്പോഴെല്ലാം എന്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട രക്തവും ജലവും നിന്റെ ആത്മാവിലേക്ക് ഒഴുകിയിറങ്ങി ഇതിനെ വിശുദ്ധീകരിക്കുന്നു. ഓരോ പ്രാവശ്യവും നീ കുമ്പസാരിക്കുവാനായി അണയുമ്പോൾ ഏറ്റവും വലിയ ശരണത്തോടെ നിന്നെ തന്നെ നന്ദിയിലാഴ്ത്തുക. അങ്ങനെ നിന്റെ കൃപാസമൃദ്ധി നിന്റെ ആത്മാവിൽ ഞാൻ വർഷിക്കട്ടെ. കുമ്പസാരക്കൂടിനെ സമീപിക്കുമ്പോൾ നീ ഒരു കാര്യം ഓർക്കുക. നിനക്ക് വേണ്ടി ഇതിനുള്ളിൽ കാത്തിരിക്കുന്നത് ഞാൻ തന്നെയാണ്. പുരോഹിതനിൽ ഞാൻ മറഞ്ഞിരിക്കുന്നുവെങ്കിലും നിന്റെ ആത്മാവിൽ പ്രവർത്തിക്കുന്നത് തന്നെയായിരിക്കും. വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത്, പരിശുദ്ധ കുർബാനയിൽ ദൈവം നമുക്ക് എന്തെങ്കിലും ഒരു സമ്മാനമല്ല നൽകുന്നത്, തന്നെ തന്നെയാണ് പ്രദാനം ചെയ്യുന്നത്. കൂടുതൽ ശ്രേഷ്ഠമായ ഒരു സമ്മാനം നൽകുവാൻ ദൈവത്തിന് പോലും സാധിക്കുകയില്ലത്രേ. നിന്റെ പാപം മാരകമാണെന്ന് നിനക്ക് നല്ല ബോധ്യമുള്ളപ്പോഴല്ലാതെ ഒരിക്കലും വിശുദ്ധ കുർബാന സ്വീകരണം മുടക്കരുത്. വിശുദ്ധ കുർബാനയിൽ എന്നെ സ്വീകരിക്കാൻ മടിച്ചതാണ് എന്നെ കൂടുതൽ ദുഃഖിപ്പിച്ചതെന്ന് നീ അറിയുക. ആത്മാക്കൾ വളരെ വിരളമായി മാത്രമേ വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ എന്നോട് ഐക്യപ്പെടുന്നുള്ളൂ. ഇതെനിക്ക് വളരെ വേദന ഉളവാക്കുന്നു. ഞാൻ ആത്മാക്കൾക്കായി ദാഹിച്ച് കാത്തിരിക്കുന്നു. എന്നാൽ അവർ എന്നോട് നിസ്സംഗതയോടെ പെരുമാറുന്നു. ഞാൻ അവരെ ആർദ്രതയോടെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. എന്നാൽ അവർ എന്നെ അവിശ്വസിക്കുന്നു. എന്റെ അനുഗ്രഹങ്ങൾ അവരുടെ മേൽ വർഷിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവരത് സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ജീവനില്ലാത്ത വസ്തു പോലെ അവർ എന്നോട് പെരുമാറുന്നു. എന്നാൽ സ്നേഹവും കരുണയും കൊണ്ട് എന്റെ ഹൃദയം നിറഞ്ഞിരിക്കുന്നു. സഹനങ്ങളെ സ്വീകരിക്കാനുള്ള ശക്തി നിനക്ക് ലഭിക്കുന്നത് അടുപ്പിച്ചുള്ള ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കുക. ഒരു മനുഷ്യ വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ ആത്യന്തിക ലക്ഷ്യം നിത്യജീവൻ പ്രാപിക്കുക എന്നതാണ്. നാം ഈ ഭൂമിയിലായിരിക്കുന്നത് എന്തിനാണ്? നാം ഈ ഭൂമിയിലായിരിക്കുന്നത് ദൈവത്തെ അറിയുവാനും സ്നേഹിക്കുവാനും അവിടുത്തെ ഇഷ്ടമനുസരിച്ച് നന്മ ചെയ്യുവാനും ഒരു ദിവസം സ്വർഗത്തിൽ പോകുവാനും വേണ്ടിയാണ്. അതിനായി നാം ഭൂമിയിലായിരിക്കുമ്പോൾ കഠിനമായി പരിശ്രമിക്കണം. യോഹന്നാൻ 17-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച ഈശോമിശിഹായെയും അറിയുക എന്നതാണ് നിത്യജീവൻ. 3 വിധത്തിൽ കരുണയുടെ പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കും. ക്ഷമയുടെയും ആശ്വാസത്തിന്റേതുമായ കരുണയുടെ വാക്കുകൾ വഴി. 2-ാമത്, നിങ്ങൾക്കൊന്നും പറയാൻ സാധിച്ചില്ലെങ്കിൽ പ്രാർത്ഥന വഴി. അതും കരുണയാണ്. 3-ാമതായി, കരുണയുടെ പ്രവൃത്തികൾ വഴി. അവസാന ദിനത്തിൽ ഇതുവഴി നമ്മൾ വിധിക്കപ്പെടും. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിത്യസമ്മാനം നമുക്ക് ലഭിക്കും. ഈശോയെ, അങ്ങയുടെ പീഡാസഹനം കാണുമ്പോൾ ആത്മാക്കളുടെ രക്ഷയ്ക്കായി ഞാൻ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. കർത്താവ് എന്നോട് പറഞ്ഞു, എന്റെ ഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ടുള്ള നിന്റെ അനുദിനമുള്ള നിശബ്ദ രക്തസാക്ഷിത്വം അനേകം ആത്മാക്കളെ സ്വർഗത്തിലേക്ക് അനയിക്കുന്നു. ഇതെല്ലാം വേദനാജനകമാണ്. എന്നാൽ കുരിശിന്റെ വഴിയല്ലാതെ സ്വർഗത്തിലേക്ക് വേറൊരു വഴിയുമില്ല. ഞാനത് ആദ്യം സ്വീകരിച്ചു. ഏറ്റവും ഉറപ്പുള്ളതും ദൂരം കുറഞ്ഞതുമായ പാത
ഇതാണെന്ന് നീ തീർച്ചയായും മനസ്സിലാക്കണം. നിന്നെ പൂർണ്ണമായും എന്റെ തിരുവിഷ്ടത്തിന് വിട്ടുതന്നുകൊണ്ട് പറയുക, ഓ ദൈവമേ, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയല്ല, അങ്ങയുടെ തിരുവിഷ്ടം പോലെ ഇത് എന്നിൽ സംഭവിക്കട്ടെ. ഈ വാക്കുകൾ ഒരുവന്റെ ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിൽ നിന്ന് ഉരുവിടുകയാണെങ്കിൽ ആത്മാവ് അല്പസമയത്തിനുള്ളിൽ വിശുദ്ധിയുടെ ഉന്നത പദവിയിലേക്ക് ഉയർത്തപ്പെടും. ഇങ്ങനെയുള്ള ആത്മാക്കളിലാണ് ഞാൻ ആനന്ദം കൊള്ളുന്നത്. അത്തരം ആത്മാക്കൾ എന്നെ മഹത്വപ്പെടുത്തുന്നു. അങ്ങനെയുള്ള ആത്മാക്കളുടെ സുഹൃതത്തിന്റെ പരിമളത്താൽ സ്വർഗം നിറയുന്നു. ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ ഇവിടെ ഭൂമിയിൽ തന്നെ നിത്യജീവൻ ആരംഭിക്കണമെന്ന് നിന്നോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓരോ ദിവ്യകാരുണ്യ സ്വീകരണവും ദൈവവുമായി നിത്യതയിൽ ഐക്യപ്പെട്ടിരിക്കാൻ നിന്നെ കൂടുതൽ പ്രാപ്തയാക്കുന്നു. വിസ്മയിപ്പിക്കുന്ന കരുണ, അത്ഭുതമായൊരു കരുണ. വിസ്മയിപ്പിക്കുന്ന കരുണ, അത്ഭുതമായൊരു കരുണ. ആരിലും ശ്രേഷ്ഠമാം കരുണ, അന്തമില്ലാത്തൊരു കരുണ. ആരിലും ശ്രേഷ്ഠമാം കരുണ, അന്തമില്ലാത്തൊരു കരുണ. ആബാപിതാവിന്റെ കരുണ, ശ്രീയേശുനാഥന്റെ കരുണ, പാവനാത്മാവിന്റെ കരുണ, ത്രിയേക ദൈവത്തിൻ കരുണ. ആബാപിതാവിന്റെ കരുണ, ശ്രീയേശുനാഥന്റെ കരുണ, പാവനാത്മാവിന്റെ കരുണ, ത്രിയേക ദൈവ